പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാതെ വെറും വിവാദങ്ങളും തമ്മിത്തല്ലും മാത്രം നടത്തിയിരുന്ന 5 വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ PRDയുടെ ബജറ്റ് എത്രയായിരുന്നു അറിയോ? അതായത് PRDയിലൂടെ ചെലവഴിച്ച പരസ്യത്തിന്റെ ബജറ്റ് അലോക്കേഷൻ എത്രയായിരുന്നു അറിയോ? 158 കോടി രൂപ 5 വർഷം. ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ UDFന് ഒരു കാര്യം ചെയ്തുകൂടെ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കൂ. ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ അതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞുകൂടെ? എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? UDF നേതാക്കൾക്ക് പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ് UDF സർക്കാരിൻ്റെ 5 വർഷം. അത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അത് ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൻ കൂടിലുണ്ടാകുന്ന ഒരു ആളലുണ്ടല്ലോ, അതാണ് ഈ പരസ്യത്തിൻ്റെ കാമ്പ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും വിഭ്രാന്തി ഉണ്ടാകുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് പരിഭ്രാന്തിയിലാണ്. അവരുടെ ഭരണകാലത്തെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയാൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നത്. ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം. രാവിലത്തെ പത്രങ്ങളിൽ വന്ന ഒരു കാര്യത്തെക്കുറിച്ച്, PRDയുടെ പരസ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വൈകുന്നേരം എന്തിനാണ് വന്നതെന്ന് ചില ആൾക്കാർ ചിന്തിച്ചേക്കാം. നമ്മുടെ സർഗാത്മക പരസ്യത്തിന്റെ ഇമ്പാക്ട്, അതിൻ്റെ അലയൊലി എവിടം വരെ എത്രത്തോളം പോയി എന്ന് അറിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതി എന്ന് വിചാരിച്ചതുകൊണ്ടാണ് വൈകിയത്. ഗംഭീരമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുതൽ ഷാഫി പറമ്പിലുള്ളവർ വരെയുള്ളവർ ഇതിനെക്കുറിച്ച് അങ്ങ് പ്രതികരിച്ചു. ചിലർ ഇന്നലെ രാവിലെ വിളിച്ചിരുന്നു. 1-ാം പേജ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളത് ശരിയാണ്. 10 വർഷം മുമ്പത്തെ കേരളത്തെക്കുറിച്ചുള്ളൊരു ഞെട്ടലാണ് അവരെ ഇന്നത്തെ പത്രം കണ്ടപ്പോൾ ഞെട്ടാൻ പ്രേരിപ്പിച്ചത്. അത് തന്നെയാണല്ലോ പരസ്യത്തിന്റെ ഒരു വിജയം എന്നുള്ളത്. യഥാർത്ഥത്തിൽ PRD VD സതീശനോടും മറ്റ് കോൺഗ്രസ് നേതാക്കളോടും കടപ്പെട്ടിരിക്കുകയാണ്. ഈ പരസ്യത്തിന് വലിയൊരു പ്രചരണം നൽകാൻ അവർ മുന്നോട്ട് വന്നില്ലേ? അവർ ബ്രാൻഡ് അംബാസഡർമാരായില്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റുമെന്നും കൂടി ആലോചിക്കണം. സതീശന്റെ പ്രതികരണം ശ്രദ്ധിച്ചു. പരസ്യമാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പരസ്യമാണ്, അതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അല്ല സതീശ, എല്ലാ പരസ്യങ്ങളും യഥാർത്ഥങ്ങളും വ്യാമോഹങ്ങളും ആയിരിക്കണം. അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നത്? 10 വർഷം മുമ്പുള്ള കേരളത്തെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് ഇന്നത്തെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ജനകീയ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തത് നല്ല കാര്യമാണെന്നല്ലേ സതീശൻ പറയേണ്ടത്. ഇനി വേണമൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് വേണമെങ്കിൽ 10 വർഷം മുമ്പുള്ള സർക്കാർ എന്തായിരുന്നു, അല്ലെങ്കിൽ കേരളം എന്തായിരുന്നു എന്ന് പ്രചരിപ്പിക്കുക. എന്തുകൊണ്ടാണ് പ്രചരിപ്പിക്കാതിരിക്കുന്നത്? പ്രചരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്നതുകൊണ്ടല്ലേ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത് ജനങ്ങളുടെ പൈസയല്ലേ മുടക്കണത്, ഇത് ഖജനാവിൽ നിന്നല്ലേ? ശരിയാണ്, എന്നെ സംശയമൊന്നുമില്ല. PRDയുടെ പരസ്യത്തിന്റെ പൈസ സർക്കാർ കൊടുക്കണം. സർക്കാരിന്റെ പൈസ എന്ന് പറയുന്ന ജനങ്ങളുടെ നികുതിപ്പണം. പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാതെ വെറും വിവാദങ്ങളും തമ്മിത്തല്ലും മാത്രം നടത്തിയിരുന്ന 5 വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ PRDയുടെ ബജറ്റ് എത്രയായിരുന്നു അറിയോ? അതായത് PRDയിലൂടെ ചെലവഴിച്ച പരസ്യത്തിന്റെ ബജറ്റ് അലോക്കേഷൻ എത്രയായിരുന്നു അറിയോ? 158 കോടി രൂപ 5 വർഷം. 2011 മുതൽ 16 കാലഘട്ടത്തിൽ ചെലവഴിച്ചു. ഇനി കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസന പന്താവിൽ ഒരുപാട് നാഴികക്കല്ലുകൾ കണ്ടതാണ്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് പുതിയ മാധ്യമങ്ങൾ വന്നു. പല രൂപത്തിലും ഭാവത്തിലും ചാനലുകളുടെ വികാസം നമ്മൾ കണ്ടു. എന്നിട്ടും ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം മൊത്തം ചെലവഴിച്ച തുക എന്ന് പറയുന്നത് 291 കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പത്തെ റേറ്റ് തന്നെ മാറി, പരസ്യത്തിന്റെ റേറ്റ് തന്നെ മാറി. അതിൽ വലിയ വർധനവ് വന്നു. പുതിയ പുതിയ ചാനൽ പ്ലാറ്റ്ഫോംസ് വന്നു, പുതിയ പുതിയ മാധ്യമങ്ങൾ വന്നു, ഡിജിറ്റൽ മീഡിയ വന്നു, സോഷ്യൽ മീഡിയ വന്നു, എല്ലാം വന്നു. എന്നിട്ടും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെലവഴിച്ച തുക PRD ചെലവഴിച്ചിട്ടില്ല. ഇത് ആധികാരിക രേഖ കേട്ടോ. ഇത് ഞാൻ ജോൺ ബ്രിട്ടാസ് വെറുതെ പറയുന്നതല്ല. എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാൻ. ഈ തെലങ്കാന സർക്കാർ, മുൻ രാജസ്ഥാനിലെ മുൻ കോൺഗ്രസ് ഗവൺമെന്റ് ഒക്കെ എന്തിനാണ് ഇവിടെ പരസ്യം നൽകുന്നത്?
എത്രയോ പരസ്യം ഇവിടെ യു പിയിലെ യോഗി ഗവൺമെന്റ് പോലും ഇവിടെ നൽകുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ യു പിക്കാരും മറ്റേ രാജസ്ഥാനികളും അതുപോലെ തന്നെ തെലുങ്കന്മാരൊക്കെ ഇവിടുത്തെ രാവിലത്തെ പത്രം എടുത്ത് വായിച്ച് നോക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വി ഡി സതീശൻ അതിന്റെ മറുപടിയും കൂടെ കൊടുക്കണം. അതായത് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളെ വരുതിയിൽ നിർത്താൻ വേണ്ടി, അല്ലെ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പണമല്ലേ നിങ്ങൾ അതിലൂടെ നൽകുന്നത്? പോട്ടെ, അതൊക്കെ വിട്ടേക്ക്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം സതീശനും കൂട്ടരും മനസ്സിലാക്കണം. നിങ്ങളുടെ നെഞ്ചിൻകൂടിലുണ്ടായിട്ടൊരു ആളലുണ്ടല്ലോ, ആ ആളലാണ് യഥാർത്ഥത്തിൽ ഈ പരസ്യത്തിന്റെ അകക്കാമ്പ് എന്ന് പറയുന്നത്. അതായത് മുൻകാലങ്ങളിലേക്ക് ജനങ്ങൾ ഒന്ന് എത്തി നോക്കുക പോലും ചെയ്യരുത്. എത്തി നോക്കിയാൽ പണി കിട്ടും. എന്തായിരിക്കും അതിന്റെ ഫലം എന്നുള്ളത് സതീശനും കൂട്ടർക്കും അറിയാം. അതിൻ്റെ ഒരു അന്താളിപ്പ്, അതിൻ്റെ ഒരു പരിഭ്രമമാണ് ഇന്നത്തെ പ്രതികരണം നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും PR ഇതുപോലുള്ള സർഗാത്മകമായിട്ടുള്ള പരസ്യങ്ങൾ നൽകണം. അതല്ലാതെ ആരും ശ്രദ്ധിക്കാത്ത പരസ്യങ്ങൾ കൊടുത്തിട്ട് വെറുതെ പൈസ കളയരുത്. ഇമ്പാക്റ്റഡ് ആയിരിക്കണം, ഇമ്പാക്ട്ഫുൾ ആയിരിക്കണം പരസ്യം. അത് മാത്രമല്ല, ആ പരസ്യത്തിന്റെ അംബാസഡർമാരായിട്ട് മുഖ്യ പ്രതിപക്ഷത്തിന്റെ വക്താക്കളും കൂടി രംഗത്ത് വരണം. അപ്പോഴല്ലേ പരസ്യമാകുന്നത്.